കണ്ണൂരിൽ നിന്ന് 60 കിലോമീറ്റർ താണ്ടിയാണ് യാത്ര. ഓഫ് റോഡ് യാത്രകൾ ഇഷ്ടപ്പെടുന്ന നീലേശ്വരം സ്വദേശികളായ ആദർശ്, അമൽരാജ്, ആദിൽ, ഹരിപ്രസാദ് എന്നിവരോടൊപ്പം കോടയും ചാറ്റൽ മഴയും വെയിലും കുടമാറ്റം നടത്തുന്ന കണ്ണൂരിലെ അധികമാരും അറിയാത്ത ഒരിടം തേടി ഇറങ്ങിയതാണ്. കണ്ണൂരിന്റെയും കാസർഗോഡിന്റെയും കർണാടകയുടെയും അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ജോസ്ഗിരി. അവിടെ നിന്ന് കാൽനടയായോ ജീപ്പിലോ 2.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുനെറ്റിക്കല്ലിലെത്താം. കല്ലും മണ്ണും നിറഞ്ഞ ചെങ്കുത്തായ പാത, മുഖാമുഖം നിൽക്കുന്ന വലിയ പാറകൾക്കിടയിൽ കൂറ്റനൊരു ഉരുളൻ കല്ല്. വിശ്വാസത്തിന്റെ ഭാഗമെന്നോണം നാട്ടുകാർ തിരുനെറ്റിക്കല്ല് എന്നു പേരു വിളിച്ചു. രാവിലെ 10 മണി പിന്നിട്ടിട്ടും വെയിൽ ഇറങ്ങി വന്നതേയില്ല. ഒരാൾ പൊക്കത്തിൽ ഉയർന്നു പൊങ്ങിയ പുല്ല് വെഞ്ചാമരം പോലെ തഴുകി തലോടുന്നുണ്ട്. ഉയരങ്ങൾ താണ്ടി താൽക്കാലികമായി നിർമ്മിച്ച ഇരുമ്പ് ഗോവണിയും കയറി മുകളിലെത്തിയാൽ നമ്മെ തലോടുന്ന കാറ്റും തണുപ്പും സ്വർഗത്തിലെത്തിയ പ്രതീതിയാണ് സമ്മാനിക്കുന്നത്. അതായിരുന്നു ലക്ഷ്യസ്ഥാനവും. അപ്പം നല്ല മഴയെല്ലാം ഉണ്ടാകുമ്പോൾ നല്ല കാലാവസ്ഥ, നല്ല രസമാണ്. ഇടാം ഫുള്ള് നമ്മൾ മഴ പെയ്യുന്ന നമ്മൾ അടുത്തുനിന്ന് കാണാൻ പറ്റും. നമുക്ക് ഇടുന്നത് മേഘവെള്ളം താഴെ ഭാഗത്ത് ആയിട്ട് കാണാൻ പറ്റും. തീർച്ചയായും. കാരണം നമ്മൾ മുന്നേ വരുന്ന സമയത്ത് ഇവിടെ ആളുകൾ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഫുള്ള് കാട് കയറിയിട്ട് ഇതിപ്പോൾ ആരും വരാത്ത സ്ഥലമായി മാറി. അപ്പോൾ നമ്മൾ മുന്നേ വരുമ്പോൾ നല്ല ട്രെക്കിങ് സൗകര്യമുള്ള സ്ഥലമാണ് ഉണ്ടായിന്. ഇപ്പോൾ റോഡൊന്നും ട്രെക്കിങ്ങിന് അനുയോജ്യമല്ല, ഫുള്ള് ഇതായിട്ടുണ്ട്. നവംബർ തുടങ്ങിക്കഴിഞ്ഞാൽ സുന്ദരിയാണ് തിരുനെറ്റിക്കല്ല്. ഓരോ പുലരിയിലും പാറക്കൂട്ടങ്ങളെ മൂടുന്ന കോടമഞ്ഞും ചാറ്റൽ മഴയും ഇടയ്ക്കിടയ്ക്ക് കാഴ്ചകളെ മറയ്ക്കുമെങ്കിലും ഇവിടെ നിന്നും നോക്കിയാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ ചില പട്ടണങ്ങൾ കുഞ്ഞു വരകൾ പോലെ കാണാനാകും. മലയോര ഗ്രാമങ്ങൾ മാത്രമല്ല, കർണാടകയിലെ വനവും തലക്കാവേരിയിൽ സ്ഥിതി ചെയ്യുന്ന കുടകിലെ ഭാഗമണ്ഡലം പ്രദേശങ്ങളും വ്യക്തമായി കാണാം ഈ പാറക്കൂട്ടങ്ങൾക്ക് മുകളിൽ നിന്നാൽ. ഇരു ജില്ലകളുടെയും വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ് ഇവിടെ എത്തുന്നവരിൽ ഭൂരിഭാഗവും. 19 ഏക്കർ വരുന്ന ഈ പ്രദേശം ചെറുപുഴ, ഉദയഗിരി എന്നീ പഞ്ചായത്തുകളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. കർണാടക വനത്തിൽ നിന്നും പതഞ്ഞൊഴുകിയെത്തുന്ന തേജസ്വിനി പുഴ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. റീൽസ് കണ്ടും മറ്റും എത്തുന്ന സഞ്ചാരികൾക്ക് തിരുനെറ്റിക്കല്ലിലേക്കുള്ള യാത്ര ആവേശമാക്കുന്നത് ചെറിയ പാതയും കുത്തനെയുള്ള കയറ്റവുമൊക്കെയാണ്. ട്രെക്കിംഗ് പ്രിയരെയും ഓഫ് റോഡ് യാത്രാപ്രേമികളെയും ഈ യാത്ര രസിപ്പിക്കും. 2 വഴികളിലൂടെ തിരുനെറ്റിക്കല്ലിലെത്താം. ഒന്ന് കണ്ണൂർ തളിപ്പറമ്പ് ആലക്കോട് വഴിയും മറ്റൊന്ന് കണ്ണൂർ പയ്യന്നൂർ ചെറുപുഴ വഴിയുമാണ്. ചെറുപുഴയിൽ നിന്നും 19 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ജോസ്ഗിരിയിൽ എത്തിച്ചേരാം. അവിടെ നിന്നും കാൽനടയായോ ജീപ്പിലോ തിരുനെറ്റിക്കല്ലിലുമെത്താം. സാഹസികത ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇരുചക്ര വാഹനത്തിലും ചെങ്കുത്തായ ഈ കയറ്റം കയറാം. ETV ഭാരത്, കണ്ണൂർ.